നാലാമതായി വരുന്നത് ഫൈൻഡ് വിന്നിംഗ് പ്രൊഡക്ട്സ്. ഇത് പലർക്കും ഉള്ളൊരു ഒരു ടാസ്ക് ആണ്. എങ്ങനെ ഏത് പ്രൊഡക്റ്റ് ആണ് സെല് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് വിന്നിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് സെർച്ച് ചെയ്യാമെന്നും അതുപോലെ ഏത് ഏത് പ്രൈസിനാണ് അത് സെല് ചെയ്യേണ്ടതെന്നൊക്കെ ഒരു കൺഫ്യൂസിങ് പലർക്കും വരാറുണ്ട്. ഇത് രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, നേരത്തെ പറഞ്ഞ പോലെ ഇൻഡിവിജ്വൽ ആയിട്ട് പ്രൊഡക്റ്റ് സെല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഇതുപോലെ ബെസ്റ്റ് സെല്ലിംഗ് പ്രൊഡക്റ്റുകളും അതേപോലെ നോണിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റംസുകളൊക്കെ പർച്ചേസ് ചെയ്തിട്ട് വിൽക്കുന്നതായിരിക്കും നല്ലത്. രണ്ടാമത്തെ കാറ്റഗറി എന്ന് വെച്ചാല് നിലവില് ഒരുപാട് ഷോപ്പ് ഓണേഴ്സ് ഉണ്ട്. അവർക്ക് അവരുടെ സ്വന്തമായിട്ട് ബ്രാൻഡുകൾ ഉണ്ട്, അവർക്ക് അവരുടെ സ്വന്തമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ട്. അപ്പം അതും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അതിൽ കാറ്റഗറി വെച്ച് ചെയ്യാൻ പറ്റും. ഇപ്പം അതായത് ലഗേജ് സെല്ല് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ലഗേജിൽ തന്നെ ഒരുപാട് കാറ്റഗറി വരുന്ന പ്രൊഡക്റ്റുകൾ ഉണ്ട്, ബെസ്റ്റ് സെല്ലിങ്ങിലായിട്ടുണ്ട്. അപ്പൊ അത് എന്ത് ചെയ്യാം, ഫസ്റ്റ് കാറ്റഗറിയിൽ അത് ഉൾപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യാം, ലിസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം, അഡ്വർടൈസ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് ബാക്കി വരുന്ന എല്ലാ കാറ്റഗറിയും അതിനണ്ടറിലേക്ക് ലിസ്റ്റിംഗ് തുടങ്ങാം. ഇതില് ആമസോൺ ബെസ്റ്റ് സെല്ലർ എന്നുള്ളൊരു ഓപ്ഷൻസ് ഉണ്ട്. അതിലാണ് ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള ഓരോ കാറ്റഗറിയിലും അണ്ടറിൽ വരുന്ന ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ കാണാൻ പറ്റും. നൂണിലാണെങ്കിൽ നൂണ് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് നൂണിലാണെന്നുണ്ടെങ്കിൽ. പിന്നെ ഇതിന് എന്താ വെച്ചാല് ഒരുപാട് സ്പൈ ടൂളുകൾ ഉണ്ട് കേട്ടോ. ഹീലിയം 10, അതുപോലെ ജഗിൾ സ്പോട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ വിന്നിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഫൈൻഡ് ചെയ്യാനും അത് മാത്രം സെല് ചെയ്യാനും പറ്റാവുന്ന രൂപത്തിലുള്ള ഒരുപാട് സ്പൈ ടൂളുകൾ ഉണ്ട്. ഓക്കെ. പിന്നെ ജനറൽ ആയിട്ട് ഒരു എപ്പോഴും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കാറ്റഗറിയാണ് ഹോം ഡെക്കർ, അതേപോലെ ബ്യൂട്ടി, കിച്ചൺ ഐറ്റംസ്, അതുപോലെ ഫിറ്റ്നസ് ഐറ്റംസ്. ഇതൊക്കെ എപ്പോഴും ട്രെൻഡിങ് ആയി കിടക്കുന്ന ഐറ്റംസുകളാണ്. അപ്പം പ്രൊഡക്റ്റ് നല്ല പ്രൊഡക്റ്റുകൾ നോക്കാം. നിലവിൽ നിങ്ങളുടെ കയ്യിലുള്ള പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിന് ബെസ്റ്റ് സെല്ലിംഗ് ഐറ്റംസുകൾ മാത്രം ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തിട്ട് ലിസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് ആമസോണിന്റെ ബെസ്റ്റ് സെല്ലേഴ്സിന്റെ പ്രൊഡക്റ്റ് ലിസ്റ്റും കാര്യങ്ങളും കാറ്റഗറി ബേസിലൊക്കെ നോക്കാൻ പറ്റും. എന്നിട്ട് അതേ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാനും പറ്റും.